യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെത്തിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഇന്നും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. നിരന്തരമായി LDFിൻ്റെ ഗവൺമെൻറ്റാണ് അപ്പോൾ ഉള്ളത്, കോൺഗ്രസിൻ്റെ മേയറാണ്. പക്ഷേ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ ഞാൻ തിരുവനന്തപുരത്ത് ഓരോ മന്ത്രിമാരെയും ഓരോ ഓഫീസർമാരെയും കയറി ഇറങ്ങി 4-5 പ്രാവശ്യം പോയി അതിന് വേണ്ട ഓർഡറൊക്കെ ഉണ്ടാക്കി ചെയ്തപ്പോൾ അത് നൽകിയൊരു സന്തോഷമുണ്ട്. 2-3 സിഗ്നേച്ചർ പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാർക്ക് ഒരു വിശപ്പ് രഹിത കൊച്ചി എന്ന കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയ ഇന്ദിരാ ക്യാൻറ്റീൻ. രണ്ടാമത്, നമ്മുടെ നായശല്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ വന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. പക്ഷേ കൊച്ചിൻ കോർപ്പറേഷൻ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. 5 ഏക്കർ സ്ഥലം നായ്ക്കളുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രഹ്മപുരത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഓഫീസ് ഉണ്ടാവണം. അങ്ങനെ ആ 50 ദിവസത്തിൽ പറഞ്ഞ ഒരു 21 കാര്യങ്ങളിൽ ഒരു 20 കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MP ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സെൻട്രൽ ഫണ്ട് എങ്ങനെ ഗ്രാൻറ്റുകൾ എടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്.